ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് മുട്ടായി എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മുട്ടായികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പാരീസ് മുട്ടായി ഉണ്ടായിരുന്നു. ആ കാലത്തുള്ളവർക്കൊക്കെ ഓർമ്മയുണ്ടാവുമായിരിക്കും. ഒരു പാരീസ് മുട്ടായി, പച്ച കളറിൽ കവറുകൾ പൊതിഞ്ഞിട്ടുള്ള ഒരു പാരീസ് മുട്ടായും ഒരു ഓറഞ്ച് മുട്ടായും, ഓറഞ്ചിൻ്റെ കവറിൽ പൊതിഞ്ഞിട്ടുള്ള ഓറഞ്ച് ടേസ്റ്റുള്ള ഒരു ഓറഞ്ച് മുട്ടായും. ഈ രണ്ട് മുട്ടായികൾ മാത്രമാണ് അന്നത്തെ കാലത്തെ നല്ല മുട്ടായികളായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അല്ലാതെ നാരങ്ങ അല്ലിയുടെ ഷേപ്പിലുള്ള മുട്ടായി, പിന്നെ പല പല മുട്ടായികൾ വേറെ ഉണ്ട്, കുറച്ചും കൂടി വില കുറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് മുട്ടായിയൊക്കെയാണ് അന്ന് സ്റ്റാൻഡേർഡുള്ള മുട്ടായിയായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നാണെങ്കിൽ മുട്ടായികൾ എന്ന് പറയാൻ എന്തൊക്കെ ടൈപ്പ് മുട്ടായികളാണുള്ളത്. എല്ലാം കാഡ്ബറികളുടെ പല പല ഡയറി മിൽക്കും, അത് ചെറുത് മുതൽ വലുതായി 100 രൂപയിലൊക്കെ വലിയ വിലയുള്ള വലിയ വലിയ മുട്ടായികൾ, പിന്നെ ഫോറിൻ മുട്ടായികൾ, പിന്നെ എത്രയോ ടൈപ്പ് മുട്ടായികളുണ്ടെന്ന്. ഇന്നത്തെ കുട്ടികളൊക്കെ അങ്ങനത്തെ മുട്ടായികളാണ് തിന്നാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മളുടെയൊക്കെ കാലത്ത് മുട്ടായികൾ വല്ലപ്പോഴും കിട്ടുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അത് അത്രയും ആർത്തിയോടുകൂടി നമ്മൾ തിന്നുകയും ചെയ്തിരുന്നു. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം പോലെ മുട്ടായികൾ വാങ്ങിക്കൊടുക്കും. ചോക്ലേറ്റ് വാങ്ങണം എന്ന് പറഞ്ഞാൽ തന്നെ വീട്ടിൽ നിന്ന് പൈസ കൊടുക്കും, പിന്നെ വരുന്നവർ വാങ്ങിക്കൊടുക്കും, പാരൻസ് വാങ്ങിക്കൊടുക്കും. അങ്ങനെയൊക്കെ വലിയ ഡയറി മിൽക്കിൻ്റെ എന്താ പറയുക, ഒരു മാറ്റ് പോലത്തെ ഒരു സാധനമൊക്കെ വാങ്ങി തിന്നാൻ കണ്ടിട്ടുണ്ട് കുട്ടികളൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു നമ്മുടെ കാലത്തൊക്കെയുള്ള മുട്ടായികളെ പറ്റി. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പാരീസ് മുട്ടായി കിട്ടിയാൽ നമ്മൾ എന്ത് സന്തോഷത്തോടെയായിരുന്നു അന്ന് കഴിച്ചിരുന്നു എന്നുള്ളത്. കാലം മാറി, അതനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും വ്യത്യാസം വന്നു, അതിൻ്റെ കൂട്ടത്തിൽ മുട്ടായികളും.